ഒരു മുത്തശ്ശി കഥ കേൾക്കാം. തവള രാജകുമാരൻ. പണ്ട് പണ്ട് ചിത്രപുരി എന്ന രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അതിസുന്ദരിയായ ഒരു പുത്രിയും അവളെ എല്ലാവരെയും ചിത്രകുമാരി എന്നാണ് വിളിച്ചിരുന്നത്. ഒരിക്കൽ കുമാരി തന്റെ സ്വർണ്ണ പന്തുമായി കളിക്കുകയായിരുന്നു. പന്ത് തട്ടിക്കളിച്ചു കൊണ്ടിരുന്ന കുമാരി അറിയാതെ തൊട്ടടുത്ത കാട്ടിലെത്തി. പെട്ടെന്ന് പന്ത് അടുത്തുള്ള പൊട്ടക്കിണറ്റിലേക്ക് തെറിച്ചു വീണു. കിണറിനടുത്തെത്തിയ കുമാരി കരയാൻ തുടങ്ങി. എന്തിനാ കുമാരി കരയുന്നേ? കിണറിനുള്ളിൽ നിന്ന് ആരോ ചോദിച്ചു. പരിഭ്രമത്തോടെ കുമാരി കിണറ്റിലേക്ക് നോക്കി. അവിടെ ഒരു പച്ച തവള മുകളിലേക്ക് നോക്കി കണ്ണും മിഴിച്ചിരിക്കുന്നു. തവള തുടർന്നു, എന്താ കുമാരി കരയുന്നത്? കുമാരിയുടെ കരയുന്ന മുഖം കാണാൻ ഒരു ചന്തവുമില്ല. എന്റെ കളിപ്പന്ത് കിണറ്റിൽ വീണുപോയി. എൻ്റെ അച്ഛൻ എനിക്ക് നൽകിയ പിറന്നാൾ സമ്മാനമാണ് ആ പന്ത്, കുമാരി വിങ്ങലോടെ പറഞ്ഞു. ഇത്രയുള്ളൂ? അതിനെന്തിനാ കുമാരി, ഞാൻ സഹായിക്കാമല്ലോ. പക്ഷേ, പച്ചത്തവള ഇടയ്ക്ക് നിർത്തി. എന്തു പക്ഷേ? കുമാരി ചോദിച്ചു. ഞാൻ പന്ത് എടുത്തു തരാം, പക്ഷേ അതിനു പകരമായി എന്നെ കുമാരിയോടൊപ്പം അത്താഴം കഴിക്കാൻ അനുവദിക്കണം. കുമാരിയോടൊപ്പം ഒരേ കിടക്കയിൽ ഉറങ്ങാൻ അനുവദിക്കണം, തവള പറഞ്ഞു. പന്ത് കിട്ടുമെന്നോർത്തപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ കുമാരി തവളയുടെ ആഗ്രഹത്തിന് സമ്മതം മൂളി. പെട്ടെന്ന് തവള വെള്ളത്തിനടിയിൽ മാഞ്ഞു. അല്പസമയത്തിനുള്ളിൽ അവൻ സ്വർണപ്പന്തുമായി കരയിലെത്തി. ഉടൻ തന്നെ കുമാരി പന്ത് തട്ടിയെടുത്ത് കൊട്ടാരത്തിലേക്ക് ഓടി. കുമാരി, എന്നെയും കൊണ്ടുപോകൂ, തവള വിളിച്ചു പറഞ്ഞു. പക്ഷെ ആര് കേൾക്കാൻ? അപ്പോഴേക്കും കുമാരി കൊട്ടാരത്തിലെത്തിയിരുന്നു. അന്ന് രാത്രി പതിവ് പോലെ രാജാവും രാജ്ഞിയും കുമാരിയും ഒന്നിച്ച് അത്താഴത്തിനിരുന്നു. പെട്ടെന്ന് വാതിലിൽ ഒരു മുട്ട് കേട്ടു. വാതിൽ തുറന്ന കുമാരി അയ്യോ എന്ന് കരഞ്ഞുകൊണ്ട് വാതിൽ വലിച്ചടച്ചു. അപ്പോൾ വാതിലിൽ വീണ്ടും വീണ്ടും മുട്ട് കേൾക്കാമായിരുന്നു. കൂട്ടത്തിൽ കുമാരി വാതിൽ തുറക്കൂ എന്ന ശബ്ദവും. പേടിച്ചരണ്ട കുമാരിയോട് രാജാവ് കാര്യം അന്വേഷിച്ചു. കുമാരി നടന്നതെല്ലാം രാജാവിനോട് പറഞ്ഞു. രാജാവ് പറഞ്ഞു, നീ ഒരു രാജപുത്രിയാണ്. രാജാക്കന്മാർ പറഞ്ഞ വാക്ക് പാലിക്കണം. അതിനാൽ കുമാരി ചെന്ന് വാതിൽ തുറക്കൂ. അച്ഛൻ പറഞ്ഞത് കേട്ട് അനിഷ്ടത്തോടെ കുമാരി വാതിൽ തുറന്നു. ഉടനെ തവള അകത്തേക്ക് കയറി. എന്നിട്ട് കുമാരിയുടെ അരികിൽ ഭക്ഷണം കഴിക്കാനിരുന്നു. കുമാരിക്ക് ആ ഉണ്ട കണ്ണുള്ള വൃത്തികെട്ട തവളയെ കണ്ടപ്പോൾ തന്നെ അറപ്പ് തോന്നി. പക്ഷെ എന്തു ചെയ്യാൻ, രാജകൽപ്പനയല്ലേ, അനുസരിച്ചേ തീരൂ. ഭക്ഷണം കഴിഞ്ഞപ്പോൾ തവള പറഞ്ഞു, കുമാരി, ഇനി എനിക്കൊന്നുറങ്ങണം. എന്നെ കുമാരിയുടെ കിടക്കയിലേക്ക് കൊണ്ടുപോകൂ. കുമാരി പരിഭ്രമത്തോടെ അച്ഛനെ നോക്കി. അദ്ദേഹം പറഞ്ഞു, മോളെ, നീ നിന്റെ വാക്ക് പാലിക്കണം. അങ്ങനെ കുമാരി തന്റെ കിടക്കയ്ക്കരികിലെത്തി. ഉടൻ തന്നെ തവള കിടക്കയുടെ ഒരു മൂലയ്ക്കിരുന്ന് ഉറക്കാൻ തുടങ്ങി. അന്ന് രാത്രി മുഴുവൻ കുമാരി കരഞ്ഞു കരഞ്ഞു തള്ളി നീക്കി. പ്രഭാതമായപ്പോഴേക്കും തവള കാട്ടിലേക്ക് പോയി. അടുത്ത സായാഹ്നത്തിലും തവള കൊട്ടാരത്തിലെത്തി. കുമാരിയോടൊപ്പം ചിലവഴിച്ച ശേഷം പ്രഭാതത്തിൽ കാട്ടിലേക്ക് പോയി. 3-ാം ദിവസം കൊട്ടാരത്തിലെത്തിയ തവള ഉറങ്ങാൻ നേരം കുമാരിയോട് പറഞ്ഞു, ഇന്ന് മൂലയ്ക്കല്ല, കുമാരിയുടെ തലയണയിൽ എനിക്കുറങ്ങണം. അങ്ങനെ കുമാരി ഒരു മൂലയ്ക്കും തവള തലയണയിലും ഉറങ്ങി. പതിവ് പോലെ പ്രഭാതത്തിൽ ഉണർന്ന തവള തറയിൽ സ്പർശിച്ച നിമിഷം അവൻ ഒരു രാജകുമാരനായി മാറി. അത്ഭുതത്തോടെ ഉറ്റുനോക്കിയിരുന്ന കുമാരിയോട് അവൻ പറഞ്ഞു, കുമാരി, ഞാനൊരു രാജകുമാരനാണ്. ഒരു മന്ത്രവാദിനിയുടെ ശാപം മൂലം ഒരു തവളയായതാണ്. എനിക്കിതാ ശാപമോക്ഷം ലഭിച്ചിരിക്കുന്നു. ഇനി കുമാരി എന്നോടൊപ്പം കളിക്കാൻ വരില്ലേ? ഒരു പൊട്ടിച്ചിരിയോടെ കുമാരി തന്റെ സ്വർണ്ണ പന്തുമെടുത്ത് കുമാരനോടൊപ്പം കളിക്കാനിറങ്ങി.